ചെന്നൈയിലെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫറായി വന്ന ഗുരു പണിയൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങിയപ്പോൾ അവിടുത്തെ മാനേജർ വന്ന് ഒരു പണി കൂടെ ഏൽപ്പിക്കുന്നു. ലേറ്റായില്ലേ, കുഴപ്പമില്ല, നീ പൊക്കോ, ഇത് ഞാൻ ചെയ്തോളാം എന്ന് അയാൾ പറഞ്ഞെങ്കിലും ആദ്യത്തെ ദിവസമായതുകൊണ്ട് മാനേജറെ വെറുപ്പിക്കണ്ട എന്ന് കരുതി ഗുരു ആ പണി ഏറ്റെടുത്തു. ഇനിയും താമസിക്കുകയാണെങ്കിൽ അവന് പുറത്തു പോകാൻ വേണ്ടി ആക്സസ് കാർഡ് ആ സെക്യൂരിറ്റി അവിടെ വച്ചിട്ടാണ് പോയത്. ഇപ്പോൾ അവിടെ ഗുരു മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. എന്നാൽ പണി പെട്ടെന്ന് തീർന്നത് കൊണ്ട് അവൻ നേരെ ലിഫ്റ്റിൽ കയറി താഴേക്ക് വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഫോൺ അവന്റെ ക്യാബിൽ വെച്ച് മറന്നുപോയ കാര്യം ഓർത്തത്. അങ്ങനെ തിരിച്ചു പോയി ഫോൺ എടുത്ത് വീണ്ടും ലിഫ്റ്റിലേക്ക് കയറിയ സമയത്ത് തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ നിന്ന് ഒരാൾ കൂടി ആ ലിഫ്റ്റിലേക്ക് കയറിയിരുന്നു. അവന്റെ കൂടെ അയാൾക്ക് മൂന്നാമത്തെ ഫ്ലോറിലേക്കായിരുന്നു പോവേണ്ടത്. കൂട്ടുകാരൻ ഫോണിലൂടെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അതാരാണ് കയറിയതെന്ന് ഗുരുവിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മൂന്നാമത്തെ ഫ്ലോറിലെത്തി ലിഫ്റ്റ് തുറന്നപ്പോൾ ഗുരു അല്ലാതെ വേറെ ആരും അതിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. അത് കണ്ട് പേടിച്ച് അവൻ ആ മൂന്നാമത്തെ ഫ്ലോറിൽ ഇറങ്ങി അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നിൽക്കുകയായിരുന്നു. കുറെ നേരമായിട്ടും റെസ്പോൺസ് ഒന്നും വരാത്തത് കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് ഓണായി. അതിന്റെ സൗണ്ട് കേട്ട് അവൻ സ്റ്റക്കായി എങ്കിലും തിരിഞ്ഞു നോക്കാൻ പേടിയായതുകൊണ്ട് വീണ്ടും ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു. സൗണ്ട് കൂടി വന്നപ്പോൾ രണ്ടും കളിപ്പിച്ച് അവൻ തിരിഞ്ഞു നോക്കി. തലയില്ലാത്ത ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് പേടിച്ച് ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ബട്ടൺ ഞെക്കി. ലിഫ്റ്റിൽ കയറി ഇനി സേഫ് ആണ് എന്ന് വിചാരിച്ചപ്പോൾ അവൻ ഞെക്കിയത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. പക്ഷേ ആ ലിഫ്റ്റ് അവനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മുകളിലേക്കും. ലിഫ്റ്റിനും പിന്നെ ഈ ബിൽഡിങ്ങിനും എന്തോ കുഴപ്പമുണ്ട് എന്ന് അവന് മനസ്സിലായി. വേറെ ആരും തന്നെ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവന് സഹായം ചോദിക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് കറണ്ടങ്ങ് പോയി ലിഫ്റ്റ് പകുതിക്ക് വെച്ച് സ്റ്റക്കാവുന്നു. അങ്ങനെ സൗണ്ട് കേട്ട് ആരെങ്കിലും വന്നാലോ എന്ന് കരുതി അവൻ അവിടെ കിടന്ന് അലറിയപ്പോൾ ലിഫ്റ്റിന്റെ അപ്പുറത്തൊന്ന് പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദം അവൻ കേട്ടു. അവിടെ കൈ കൊണ്ടുപോയി വെച്ച് ആരുമില്ലാന്ന് ഉറപ്പുവരുത്തിയപ്പോഴാണ് അവന്റെ ശ്വാസം നേരെ വീണത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു സൗണ്ടോട് കൂടി കറണ്ട് വന്നു. ലിഫ്റ്റ് വീണ്ടും മുകളിലേക്ക് പോകാനും തുടങ്ങി. ഇപ്പോഴും അത് 9ാമത്തെ ഫ്ലോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഗുരുവിന്റെ കൂടെ ആ ലിഫ്റ്റിൽ അദർശനായ ഒരാളും കൂടി ഉണ്ടായിരുന്നു. കയറിയ സമയത്തൊന്നും അവൻ ആ ചെരുപ്പ് അവിടെ ഒന്നും കണ്ടില്ല. കറണ്ട് പോയി വന്നപ്പോഴാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അത് കണ്ട് പേടിച്ച് അവൻ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവനോടൊപ്പം ആ ചെരുപ്പും തിരിയാൻ തുടങ്ങി. ലിഫ്റ്റ് ഇങ്ങനെ ഓരോരോ ഫ്ലോർ നീങ്ങി പോകുമ്പോൾ ആ ചെരുപ്പ് വീണ്ടും അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ 9ാമത്തെ ഫ്ലോർ എത്തി ഡോർ ഓപ്പൺ ആയപ്പോൾ അവൻ ഒറ്റ ഓട്ടമായിരുന്നു അകത്തേക്ക്. നേരെ ലാൻഡ് ഫോണിന്റെ അടുത്തേക്കാണ് പോയത്. പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഹെൽപ്പ് എന്ന് ഒരു പേപ്പറിൽ എഴുതി ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ CCTV കൺട്രോൾ റൂമിലൊന്നും ആരുമില്ല അവൻ സഹായം ചോദിക്കുന്നത് കേൾക്കാൻ വേണ്ടി. എന്നാൽ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ഒരു വെളിച്ചം കണ്ട് സഹായം ആവശ്യപ്പെട്ടപ്പോൾ അവയുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇവൻ നശിപ്പിച്ചത് കൊണ്ട് കട്ടൺ മൂടിയിട്ട് അവനങ്ങ് പോയി. അങ്ങനെ അവൻ ഏതൊക്കെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ സെക്യൂരിറ്റിയുടെ ക്യാബിന്റെ അവിടെ എത്തി. എന്നിട്ട് പുറത്തേക്ക് പോകാൻ ഇവൻ താക്കോൽ ചോദിച്ചപ്പോൾ അയാൾ ദേഹത്ത് ബാധ കയറിയതുപോലെ നിന്നിട്ട് സ്വയം കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്തു. ആ സെക്യൂരിറ്റിയുടെ രക്തം ക്യാബിന്റെ അടിയിലൂടെ ഒലിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ കഴുത്ത് വരെ ഉണ്ടായിരുന്ന പേടി ഇപ്പോൾ അവന്റെ തലവരെ എത്തി. പേടിച്ച് വരച്ച് ക്യാബിന്റെ അടിയിൽ ഒളിച്ചിരുന്നപ്പോൾ പ്രിന്റിംഗ് റൂമിന്റെ അവിടുന്ന് ആരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോൾ അതിന്റെ അകത്ത് ആ കമ്പനിയുടെ HR ആയിരുന്നു ഉണ്ടായിരുന്നത്. അവന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടും അതൊന്നും അവൾ ചെവിക്കൊണ്ടില്ല. പക്ഷേ ആ ലിഫ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയതും അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ഞെക്കിയത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കും എത്തിയത് 3ാമത്തെ നിലയിലും. അവള് ബുദ്ധിപരമായി സ്റ്റെപ്പിലൂടെ ഇറങ്ങാൻ നോക്കിയപ്പോൾ കറങ്ങി തിരിഞ്ഞ് ആദ്യം നിന്ന് അവിടെ തന്നെ തിരിച്ചെത്തി. ഇപ്പോഴാണ് അവൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലായത്.